ഇന്ന് നമ്മൾ വെറൈറ്റി ആയിട്ട് പെയിന്റ് ചെയ്ത് നോക്കാൻ പോണത് നമുക്കൊക്കെ ഡ്രസ്സ് മേടിക്കുമ്പോൾ അതിന്റെ ഒപ്പം ഒരു പേപ്പർ കിട്ടില്ലേ, ആ ഒരു പേപ്പർ വെച്ചിട്ടാണ് കേട്ടോ. അതാവുമ്പോൾ കുറച്ച് കട്ടിയൊക്കെ ഉണ്ടാവുമല്ലോ. ഞാൻ ആദ്യം ഒരു ബ്ലൂ കളർ ഫുൾ ആയിട്ട് അടിച്ചു. പിന്നെ തോന്നി എനിക്ക് ആ ബ്ലൂ അല്ല വേണ്ടത്, കുറച്ചും കൂടി ഗ്രീൻ ആയിട്ടുള്ള ഒരു ബ്ലൂ ആണ് വേണ്ടത്. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് യെല്ലോ മിക്സ് ചെയ്ത് അടിച്ചു. അപ്പയ്ക്ക് തോന്നി അത് കുറച്ചും കൂടി ഡാർക്ക് ആണെന്ന്. അപ്പോൾ ഞാൻ കുറച്ചും കൂടി വൈറ്റും കൂടി മിക്സ് ചെയ്തിട്ട് അതിന്റെ മുകളിൽ കൂടെ അടിച്ചു. എന്താടേ തുടക്കം മൊത്തം പരാജയത്തിലാണല്ലോ. പരാജയമാണല്ലോ വിജയത്തിന് മുന്നോടി. ഇനി നമ്മൾ മേഘമാണ് വരയ്ക്കാൻ പോണത്. ആദ്യം ഞാൻ ബ്രഷ് കൊണ്ടാണ് വരച്ചത്. പിന്നെ ഞാൻ വിചാരിച്ചു എന്തിനാ ഈ പ്രഹസനങ്ങളുടെ ആവശ്യം, നമുക്ക് കൈയുണ്ടല്ലോ, കൈകൊണ്ട് വരച്ചാൽ പോരെ. അപ്പണ്ടടാ ബ്രഷിനേക്കാളും നല്ല മേഘം കൈകൊണ്ട് വരച്ചപ്പോൾ കിട്ടി. അപ്പൊ ഇനി വരയ്ക്കുമ്പോൾ മേഘമൊക്കെ കൈകൊണ്ട് വരച്ചാൽ മതി കേട്ടോ. അപ്പൊ നല്ല മേഘം കിട്ടും നമുക്ക്. ഇനിയാണ് നമ്മുടെ ചെടി വരയ്ക്കുന്ന പരിപാടി. കഴിഞ്ഞ പെയിന്റിംഗിൽ സന്ധ്യ സമയത്ത് ആടിയിരുന്ന ചെടികളാണെങ്കിൽ ഇന്നത്തെ പെയിന്റിംഗിൽ നമുക്ക് ഒരു പകൽ സമയത്ത് ആടിയിരുന്ന ചെടികളാക്കാം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയൊക്കെ നന്നായി വന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോ എന്റെ കഴിവ് കാണിച്ചത് കൊളാക്കണോന്ന്. പിന്നെ വിചാരിച്ചു കൊളാക്കലാണല്ലോ നമ്മുടെ മെയിൻ, അതുകൊണ്ട് കൊളാക്കിയേക്കാന്ന്. അപ്പൊ ചെടി വരയ്ക്കുമ്പോൾ നമ്മൾ ആദ്യം ബ്ലാക്ക് വരയ്ക്കണം, എന്നിട്ട് അതിന്റെ മുകളിലാണ് ഗ്രീൻ കളർ കൊണ്ട് വരയ്ക്കേണ്ടത്. ഇപ്പൊ നമ്മുടെ പെയിന്റിംഗ് കാണുമ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല, അതുപോലെ തോന്നുന്നുണ്ടല്ലേ. ഇനി നമുക്ക് അതിന്റെ മുകളിൽ കൂടെ പച്ചയും കൂടി വരയ്ക്കാം. ആ പെയിന്റിങ്ങിന്റെ സൈഡിൽ ഇരിക്കുന്നത് ആരാ? എന്തായാലും അവിടെ ചൊറുകുത്തി തിന്നോണ്ടിരിക്കുകയല്ലേ. അപ്പൊ ഞാൻ വിചാരിച്ചു എന്നെ പെയിന്റിങ് കണ്ടിട്ട് അവിടെ വാവ് വെച്ചോണ്ടിരിക്കട്ടെ എന്ന്. ഇനി വേലകളൊക്കെ വരച്ചു കഴിഞ്ഞാൽ മെയിൻ പരിപാടി പൂക്കൾ വേണ്ടേ. പൂക്കളില്ലാണ്ട് എന്ത് ചെടി. അതുകൊണ്ട് ഇതാണ്ട് റെഡ് കളറിൽ കുറച്ച് വട്ടത്തിൽ അവിടെ ഇവിടെ കെട്ടി കൊടുക്കുക. പിന്നെ കുറച്ച് വൈറ്റും മുകളിൽ കൂടെ കൊടുക്കുക. ഞാൻ രണ്ട് ചിത്രത്തിൽ അമ്പിളിമാമനുള്ളതുകൊണ്ട് ഈ ചിത്രത്തിൽ അമ്പിളിമാമൻ ഇല്ലേന്ന് ചോദിക്കരുത് കേട്ടോ, കാരണം ഇത് പകലാണേ. ഇനി ആ റെഡ് പൂക്കളുടെ മുകളിൽ കുറച്ച് വൈറ്റും കൂടി മിക്സ് ചെയ്ത് ഞാൻ ഏകദേശം ഒരു റോസാപ്പൂവിനെ പോലെയൊക്കെ നമുക്ക് കിട്ടും. ഇനി എന്താ ലാസ്റ്റത്തെ ആ സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന പരിപാടിയും കൂടി ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പെയിന്റിംഗ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടോ. അപ്പൊ ഇന്നത്തെ പെയിന്റിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് എനിക്കറിയില്ല. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്തായാലും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ചോദിച്ചാൽ നിങ്ങൾ തരില്ല എന്നറിയാം, എന്നാലും ചോദിക്കാനും ഒരു ലൈക്ക് തന്നൂടെ. അപ്പൊ അടുത്ത വീഡിയോ എങ്ങനത്തെ പെയിന്റിംഗ് വേണമെന്ന് എന്തായാലും കമന്റ് ചെയ്ത് പറയാൻ മറക്കല്ലേ.